അമ്മ വന്നിട്ട് ചോറും കറിയൊക്കെ വെച്ചിട്ട് തന്നിട്ട് പോയതാണ്. അപ്പം ഞാൻ കരുതി കഴിച്ചേക്കാമെന്ന് കരുതി. അതെ, ചൂട് ചോറ് ചിക്കൻ കറിയാട്ടോ. ഇതൊക്കെ സ്പെഷ്യലായിട്ട് എന്താണെന്ന് ചോദിച്ചാൽ ലവനെയാണ് സ്പെഷ്യൽ. ഇത് കായുപ്പേരി ഉണ്ടല്ലോ, നമ്മളെ പഴം മൂക്കുന്നതിന് മുമ്പ് അതിൻ്റെ വീഡിയോ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. കൊല വെട്ടുന്ന വീഡിയോസൊക്കെ ഉണ്ട്. ഇത് അമ്മ അവിടുന്ന് കൊണ്ടുവന്നതാണ്. ചമ്മന്തി, പിന്നെ അങ്ങനെ പാത്രം എടുത്തോ. അതേപോലെ അവിടുന്ന് കൊണ്ടുവന്നൊരു സ്പെഷ്യൽ അച്ചാറാണ് മാങ്ങയുടെ. ഒരു ജാതി സ്മെല്ല കേട്ടോ അതിന്. ഞാൻ കുളിച്ച് വന്ന പാട് കേട്ടോ ഗൈസ്. അതാണ് ഇങ്ങനെ. മുട്ട പൊരിച്ചത്, ഇത് മതി, ഒരുപാട് ഞാൻ കഴിക്കാറില്ല. അപ്പം ഇത്രയും ഐറ്റംസാണ് കഴിക്കാനുള്ളത്. ജസ്റ്റ് ഇപ്പോൾ കുളിച്ച് വന്നതേ ഉള്ളൂ. കോഴിക്കോടൊക്കെ പോകാനുണ്ടായിരുന്നു. ഒക്കെ പോയി വന്നാര അപ്പോഴേക്ക് അമ്മ വന്നു, ചോറൊക്കെ ഉണ്ടാക്കി തന്നു. മുട്ട എനിക്കിങ്ങനെ പൊരിക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ. പിന്നെ ഇതൊക്കെ അവിടെ നിന്ന് തന്നെ കൊണ്ടുവന്നതാണ്. അപ്പം ഇത്രയും സാധനങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിക്കുമ്പം വല്ലാത്തൊരു ടേസ്റ്റ് തന്നെ കേട്ടോ. പറഞ്ഞിരിക്കും. സ്പെഷ്യലായിട്ട് ഈ കായ്പേരി കേട്ടോ. ഇതിവിടെ തന്നെയുള്ള കൊല വീണതാണ്. ഞാൻ പറഞ്ഞല്ല, അതിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ എനിക്ക് നേരം കിട്ടിയിട്ടില്ല. കുറേ വീഡിയോ ഉണ്ട് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും കണ്ടൻറ് ഇല്ലാഞ്ഞിട്ട് എനിക്ക് എന്നെല്ലാം കൂടി ഒരുമിച്ച് പോസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ നമ്മുടെ സൈഡിൽ ഒതുക്കി വെച്ച്. അപ്പം ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് ഇന്നിപ്പം വരെയും കാര്യങ്ങളൊന്നുമില്ല. കാരണം കുറച്ച് ടയേർഡാണ്. ഞാൻ കോഴിക്കോടേക്ക് പോകുന്ന സമയത്ത് ബസ്സിൽ സീറ്റില്ലായിരുന്നു. ഡ്രൈവറോട് ഞാൻ ചോദിച്ചു നോക്കി, കുറച്ച് നീങ്ങി തരുമോയെന്ന്. സെലിബ്രിറ്റിയാണെന്ന് പറഞ്ഞു നോക്കി. അതൊരാളെ കളിയാക്കിയതാട്ടോ. ഒരാൾ എന്നെക്കുറിച്ചൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായി, ബസ് കയറിയിട്ട് സെലിബ്രിറ്റിയാണ്, സീറ്റ് കഴിഞ്ഞ് തരണം എന്ന് പറഞ്ഞിട്ട്. ഞാൻ കണ്ടക്ടറെ അടുത്ത് കളിയാക്കുകയും ചെയ്തേക്ക്. കണ്ടക്ടറെ അടുത്ത് ബസ്സിൽ അരുണ് കയറ്റി വിട്ടതായിരുന്നു. അപ്പോൾ കണ്ടക്ടറെ അടുത്ത് അരുണ് പറഞ്ഞു സീറ്റ് ഒപ്പിച്ച് കൊടുക്കണമെന്ന്. എനിക്ക് നടക്കാവ് ഇറങ്ങാൻ നേരത്ത് എന്നോട് ആ സീറ്റ് അതടി കാലി ഒന്നിരുന്നോന്ന്. ഞാൻ പറഞ്ഞു ഞാൻ അവിടെ ഇറങ്ങുക, അല്ല ഒന്നിരുന്ന് നീ അങ്ങ് പോടുകയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അരുണിനെ പേടിച്ചിട്ടല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാം കൂടി പോയിട്ട് വന്ന് ടയേർഡായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു, ഫുഡും കഴിച്ച് നേരെ കിടക്കാമെന്ന് കരുതി. നാടൻ ചോറ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ. അപ്പം ഇന്നിപ്പം വരെയൊന്നുമില്ല എന്നാണ് സാരം. വർക്ക് കൊടുക്കാനുണ്ട്, നാളെ ചെയ്യാം. അപ്പോൾ ഫുഡിൻ്റെ വിശേഷങ്ങൾ ഇത്ര മാത്രമാണ്. ഞാൻ മുഴുവനും കഴിക്കട്ടെ. ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയ ചോറും കറിയും കേട്ടോ. മുഴുവൻ പറയുന്നതിനുണ്ടോ. അപ്പം ഞാൻ ഇതൊന്ന് ഫിനിഷ് ചെയ്താൽ കേട്ടോ. ഓക്കെ, ചേട്ടാ.